എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 10th കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 7th ചാപ്റ്ററായ സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് ആണ് പഠിച്ചു വന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫാക്ടേഴ്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇക്വിലിബ്രിയത്തിന്റെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ, അതായത് ടെമ്പറേച്ചർ, പ്രഷർ, അതുപോലെ കോൺസെൻട്രേഷൻ, അതൊക്കെ എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് എങ്ങനെയാണ്? H2SO4 ആണ് അല്ലേ? സൾഫ്യൂരിക് ആസിഡിന്റെ രാസസൂത്രം എന്ന് പറഞ്ഞാൽ H2SO4 ആണ്. സൾഫ്യൂരിക് ആസിഡ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കിങ് ഓഫ് കെമിക്കൽസ്, അതായത് രാസവസ്തുക്കളുടെ രാജാവാണ് അല്ലേ? രാസവസ്തുക്കളുണ്ടല്ലോ, ഇതിലെല്ലാത്തിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ രാജാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ് കേട്ടോ. കിങ് ഓഫ് കെമിക്കൽസ് ആണ്. നമുക്കറിയാം, നമുക്ക് ഒരുപാട് വളങ്ങൾ, അതുപോലെ പെയിന്റുകളൊക്കെ ഉണ്ടല്ലോ, മരുന്ന്, തുണി, ഡിറ്റർജൻസ്, ഇതൊക്കെ എന്താണ് ഉപയോഗിക്കുന്നതിനും ഒക്കെ എന്താണ് സൾഫ്യൂരിക് ആസിഡ് ആവശ്യമായിട്ടുള്ള ഒരു വസ്തുവാണ്. അത് ഡൈല്യൂട്ടായിട്ടും കോൺസെൻട്രേറ്റഡ് ആയിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം എല്ലാത്തിനും വ്യാവസായികമായിട്ട് ഒരുപാട് പ്രാധാന്യമുള്ളതാണ് സൾഫ്യൂരിക് ആസിഡ്. അതുകൊണ്ട് തന്നെ സൾഫ്യൂരിക് ആസിഡിനെ എന്ത് പറയുന്നുണ്ട്? ഇതാ നോക്കിയേ, സൾഫ്യൂരിക് ആസിഡ് ഈസ് ഓഫൺ കോൾഡ് കിങ് ഓഫ് കെമിക്കൽസ്. കാരണം എന്താണ്? അത് അത്രയും ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കലാണ്. അതുകൊണ്ടാണ് സൾഫ്യൂരിക് ആസിഡിനെ കിങ് ഓഫ് കെമിക്കൽസ് എന്ന് പറയുന്നത്. നോക്കോട്ടോ, sulfuric acid is an important chemical used in the production of many substances like chemical fertilizers, paints, fibers, medicines, fabrics, detergents, etc. and in petroleum refining കേട്ടോ. പെട്രോളിയം റിഫൈനിങ്ങിലും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതായത് പെട്രോളിയം ശുദ്ധീകരണം ഒക്കെ ഉണ്ടല്ലോ, അതിനുവേണ്ടിയും സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇൻഡസ്ട്രിയിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു കെമിക്കലാണ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് എന്തറിയപ്പെടുന്നുണ്ട്? കിങ് ഓഫ് കെമിക്കൽസ്, അതായത് രാസവസ്തുക്കളുടെ രാജാവെന്നാണ് സൾഫ്യൂരിക് ആസിഡ് അറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഇനി സൾഫ്യൂരിക് ആസിഡ് എങ്ങനെയാണ് നമ്മൾ നിർമ്മിക്കുന്നത് നോക്കാം. സൾഫ്യൂരിക് ആസിഡിനെ നിർമ്മിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കോണ്ടാക്ട് പ്രോസസ്സ് എന്ന് പറയും കേട്ടോ. കോണ്ടാക്ട് പ്രോസസ്സ്, സമ്പർക്ക പ്രക്രിയ എന്നാണ് മലയാളത്തിൽ പറയുന്നത് കേട്ടോ. കോണ്ടാക്ട് പ്രോസസ്സ് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയ വഴിയാണ് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. പ്രധാനമായിട്ട് ഒരു 4 സ്റ്റെപ്പാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് കേട്ടോ. സൾഫ്യൂരിക് ആസിഡ് കോണ്ടാക്ട് പ്രോസസ്സ് ഓർത്തോണം കേട്ടോ. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണം, ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? കോണ്ടാക്ട് പ്രോസസ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കോണ്ടാക്ട് പ്രോസസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 4 സ്റ്റെപ്പുകളുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പാണ് എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കട്ടോ. മോൾട്ടൺ സൾഫർ ഈസ് ബേൺഡ് ഇൻ പ്യൂരിഫൈഡ് ആൻഡ് മോയ്സ്ചർ ഫ്രീ അറ്റ്മോസ്ഫിയറിക് എയർ ആൻഡ് കൺവേർട്ടഡ് ഇൻടു സൾഫർ ഡയോക്സൈഡ്. മോൾട്ടൺ സൾഫർ, അതായത് ഉരുകിയ സൾഫറിനുണ്ടല്ലോ, ഉരുകിയ സൾഫറിനെ പ്യൂരിഫൈ ചെയ്തിട്ട് അതുപോലെ എന്താണ് ഈർപ്പരഹിതമാക്കും കേട്ടോ. ഈർപ്പരഹിതമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് എയറിൽ അത് കത്തിക്കുവാണ് ചെയ്യുന്നത്. അതായത് ഉരുകിയ സൾഫറിനെ മോയ്സ്ചർ ഫ്രീ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ എയറിൽ, അതായത് ഈർപ്പരഹിതമായിട്ടുള്ള അന്തരീക്ഷ വായുവിൽ ബേൺ ചെയ്യിക്കുന്നുണ്ട്, കത്തിക്കുന്നുണ്ട്. എന്നിട്ട് എന്താക്കി മാറ്റുന്നുണ്ട്? സൾഫർ ഡയോക്സൈഡ് ആക്കി മാറ്റുന്നുണ്ട്. അതാണ് ആദ്യത്തെ പ്രോസസ്സ് പറഞ്ഞത്, അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഉരുകിയ സൾഫറിനെ ശുദ്ധീകരിക്കും, എന്നിട്ട് എന്താണ് ഈർപ്പം ഒന്നുമില്ലാത്ത അന്തരീക്ഷ വായുവിൽ കത്തിച്ച് എന്താക്കി മാറ്റുന്നുണ്ട്? സൾഫർ ഡയോക്സൈഡ് ആക്കി മാറ്റുന്നുണ്ട്. മനസ്സിലായല്ലോ? സൾഫർ ഓക്സിജൻ കത്തിക്കുന്നു, അപ്പം സൾഫർ ഡയോക്സൈഡ് കിട്ടുന്നു. മനസ്സിലായല്ലോ? ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കിയേ, ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ഈ സൾഫർ ഡയോക്സൈഡ് കിട്ടി അല്ലേ? ഈ സൾഫർ ഡയോക്സൈഡിന് പിന്നെയും ഓക്സിജനുമായിട്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ അവിടെ ഒരു കാറ്റലിസ്റ്റ് ഉണ്ട് കണ്ടല്ലേ. B2O5 എന്ന് എഴുതിയിരിക്കുന്നുണ്ട് കാറ്റലിസ്റ്റ്. അതിനെ പറയുന്ന പേരാണ് വനേഡിയം പെൻഡോക്സൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ സൾഫർ ഡയോക്സൈഡ് ഉണ്ടായി. ആ ഫസ്റ്റ് സ്റ്റെപ്പിലുണ്ടായ സൾഫർ ഡയോക്സൈഡ് ഈ വനേഡിയം പെൻഡോക്സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാറ്റലിസ്റ്റ് ഉൽപ്രേരകം, അതിൻ്റെ സാന്നിധ്യത്തിൽ എന്താണ് ഓക്സിജനുമായിട്ട് പ്രവർത്തിപ്പിക്കും. എന്നിട്ട് എന്ത് കിട്ടുന്നുണ്ട്? 2SO3 കിട്ടുന്നുണ്ട്. SO3 എന്ന് പറഞ്ഞാൽ എന്താണ്? സൾഫർ ട്രയോക്സൈഡ്. ഓക്കെ ആണല്ലോ? നോക്കൂ കേട്ടോ. സൾഫർ ഡയോക്സൈഡ് ഫോംഡ് ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ദ പ്രസൻസ് ഓഫ് ദ കാറ്റലിസ്റ്റ് വനേഡിയം പെൻഡോക്സൈഡ് ടു ഫോം സൾഫർ ഡയോക്സൈഡ്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്, നമുക്കിവിടെ സൾഫർ ട്രയോക്സൈഡ് കിട്ടുമല്ലോ. ഈ സൾഫർ ട്രയോക്സൈഡിനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൽ ഡിസോൾവ് ചെയ്യും. എന്നിട്ട് നമുക്കവിടെ ഒരു പ്രൊഡക്റ്റ് കിട്ടും. ആ പ്രൊഡക്റ്റിനെ പറയുന്ന പേരാണ് ഒലിയം. H2S2O7 എന്ന് പറയും. അപ്പം SO3 നമുക്കിവിടെ കിട്ടി. ആ SO3നെ ഗാഢ സൾഫ്യൂരിക് ആസിഡിൽ ലയിപ്പിക്കും. മനസ്സിലാവുന്നുണ്ട്? നമ്മളിവിടെ നോക്കുന്നതാണ് വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നതാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പം ഗാഢ സൾഫ്യൂരിക് ആസിഡ് ലയിപ്പിക്കുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നതാണ് H2O7 എന്ന് പറയും. അതായത് അതിനെ പറയുന്ന പേരാണ് ഒലിയം കേട്ടോ. ഒലിയമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്.
മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനെ ഒലിയം കിട്ടി. അപ്പം ഇങ്ങനെ കിട്ടിയ ഒലിയെന്ന് പറഞ്ഞിരിക്കുന്നു ഒലിയത്തിനെ ജലത്തിൽ ലയിപ്പിക്കും. മനസ്സിലായത്. അപ്പം ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഒലിയം കിട്ടി. ആ ഒലിയത്തിനെ ജലത്തിൽ ലയിപ്പിച്ചിട്ടാണ് നമുക്ക് സൾഫ്യൂരിക് ആസിഡ് ആക്കി മാറ്റുന്നത്. മനസ്സിലായല്ലോ പറഞ്ഞത്. അപ്പൊ ഇതാണ് പ്രോസസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കട്ടോ, ഒലിയം ദസ് ഒബ്റ്റൈൻഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ടു പ്രൊഡ്യൂസ് സൾഫ്യൂരിക് ആസിഡ്. കണ്ടില്ലേ, ഒലിയത്തിനെ നമ്മൾ ജലത്തിൽ ലയിപ്പിക്കും. അപ്പൊ നമുക്ക് സൾഫ്യൂരിക് ആസിഡ് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് വ്യാവസായികമായിട്ട് നമ്മൾ എന്താണ് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഈ 4 സ്റ്റെപ്പുകളാണ് കോണ്ടാക്ട് പ്രോസസ്സിലുള്ളത്. സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ എന്താണ് മോൾട്ടൺ സൾഫർ, ഉരുകിയ സൾഫർ വായുവിൽ കത്തിക്കുന്നുണ്ട്. അതായത് മോയ്സ്ചർ ഫ്രീ, ഈർപ്പരഹിതമായിട്ടുള്ള വായുവിൽ കത്തിക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സൾഫർ ഡൈ ഓക്സൈഡ് കിട്ടും. പിന്നെ എന്താണ് ആ സൾഫർ ഡൈ ഓക്സൈഡിനെ വനേഡിയം പെൻറ്റോക്സൈഡിൻ്റെ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ പിന്നെ എന്താണ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സൾഫർ ട്രൈ ഓക്സൈഡ് കിട്ടും. പിന്നെ ഈ സൾഫർ ട്രൈ ഓക്സൈഡ് H2SO4 കോൺസെൻട്രേറ്റഡ് H2SO4 ഡിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒലിയം കിട്ടും കേട്ടോ, H2S2O7. ഈ ഒലിയം പിന്നെ എന്താണ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? H2SO4 കിട്ടുന്നത്. അപ്പോൾ ഈ 4 സ്റ്റെപ്പുകൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്കിവിടെ സൾഫർ ട്രൈ ഓക്സൈഡ് കിട്ടിയല്ലോ. ഈ സൾഫർ ട്രൈ ഓക്സൈഡ് ജലത്തിൽ ഡിസോൾവ് ചെയ്യുക. അത് അവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, അവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഗിവൺ ബിലോ ടു ഫൈൻഡ് ഔട്ട് ദ പ്രൊഡക്റ്റ് ഫോംഡ് വെൻ സൾഫർ ട്രൈ ഓക്സൈഡ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. സൾഫർ ട്രൈ ഓക്സൈഡ് ജലത്തിൽ ലയിക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? നോക്കിയാൽ എന്തായിരിക്കും അവിടെ കിട്ടുന്നത്? ഇവിടെ കിട്ടുന്നതാണ് H2SO4 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സൾഫർ ട്രൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? H2SO4 കിട്ടും. പക്ഷെ എന്തുകൊണ്ട് സൾഫർ ട്രൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിക്കുന്നില്ല? നമ്മളതാ നോക്കിയാൽ ഇവിടുത്തെ ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടോ? നമ്മൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ SO3 കിട്ടി ഇല്ലേ? ഈ SO3നെ ജലത്തിൽ ലയിപ്പിച്ചാൽ നമുക്ക് എന്താണ് മനസ്സിലായി, സൾഫ്യൂരിക് ആസിഡ് കിട്ടുമെന്ന് മനസ്സിലായി. പക്ഷേ നമ്മളവിടെ ജലത്തിൽ ലയിപ്പിക്കുന്നില്ല. ജലത്തിൽ ലയിപ്പിക്കാൻ നമ്മൾ ഒലിയം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒലിയത്തിനെ പിന്നെ നമ്മൾ ജലത്തിൽ ലയിപ്പിച്ചിട്ടാണ് സൾഫ്യൂരിക് ആസിഡ് ലഭിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഡയറക്റ്റ് ആയിട്ട് ഈ സൾഫർ ട്രൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിക്കാത്തത്? എന്തുകൊണ്ടായിരിക്കാം? ഈ സൾഫർ ട്രൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ച് കഴിയുമ്പോൾ അതെന്താണ്? താപമോചക പ്രവർത്തനമാണ്. താപമോചക പ്രവർത്തനം എക്സോതെർമിക് റിയാക്ഷൻ ആണ് കേട്ടോ. അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ കണ്ടോ, ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഡിസോൾവിങ് സൾഫർ ട്രൈ ഓക്സൈഡ് ഇൻ വാട്ടർ ഗീവ് സൾഫ്യൂരിക് ആസിഡ്. നമുക്ക് മനസ്സിലാകും. പക്ഷേ ക്വസ്റ്റ്യൻ കണ്ടോ, why is sulfur trioxide not dissolved directly in water in the industrial production of sulfuric acid? ചോദിക്കാം കേട്ടോ. സൾഫ്യൂരിക് ആസിഡിന്റെ പ്രൊഡക്ഷനിൽ എന്തുകൊണ്ടാണ് സൾഫർ ട്രയോക്സൈഡ് ഡയറക്റ്റ് ആയിട്ട് ജലത്തിൽ ലയിപ്പിക്കാത്തത്? അതിന് കാരണം എന്താണ്? ഈ ജലത്തിൽ ലയിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ അത് എക്സോതെർമിക് പ്രോസസ്സായിട്ട് മാറും. അതായത് എന്താണ്? താപമോചം, അവിടെ ഹീറ്റ് ലിബറേറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ഈ നമ്മൾ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രവർത്തനത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ എന്താണ്? സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകും. കാരണം സൾഫർ ട്രയോക്സൈഡും ജലവുമായിട്ട് സെക്കൻഡ് സ്റ്റെപ്പിലല്ലേ സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാകുന്നത്. ആ സൾഫർ ട്രയോക്സൈഡ് ജലവുമായിട്ട് ഡിസോൾവ് ചെയ്താണ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പം ആദ്യത്തെ പ്രോസസ്സിൽ തന്നെ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകുമ്പോൾ ആ സൾഫ്യൂരിക് ആസിഡ് എന്താണ്? ഒരു പ്രത്യേക രീതിയിൽ അവിടെ ഉണ്ടാകുന്ന ആ സൾഫ്യൂരിക് ആസിഡ് ഒരു മഞ്ഞ് പോലെയുള്ള എന്താണ് ഒരു ചെറിയ കണങ്ങളായിട്ടായിരിക്കും അത് മാറും. അതായത് സ്മോഗ് പോലെ മാറും. പിന്നെന്താണ്? പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ലയിക്കാതെ നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ കിട്ടുന്ന ഈ സൾഫർ ട്രൈ ഓക്സൈഡിനെ വാട്ടറുമായിട്ട് ലയിപ്പിക്കാത്ത. അങ്ങനെ വാട്ടറുമായിട്ട് ലയിപ്പിച്ചാൽ കിട്ടുന്ന ഈ സൾഫ്യൂരിക് ആസിഡ് എന്താണ്? ഒരു മഞ്ഞ് പോലുള്ള ഒരു സ്മോഗായിട്ട് പ്രവർത്തിക്കും. പിന്നെ എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് പിന്നെ അത് ഡിസോൾവ് ആവില്ല അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് SO3 എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആയാലുള്ള H2SO4 നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ എന്താണ്? ആദ്യമേ തന്നെ നമുക്ക് എന്താണ് സൾഫ്യൂരിക് ആസിഡ് കിട്ടും. അതെന്താണ്? ഒരു സ്മോഗ് ടൈപ്പിലായിട്ട് നിൽക്കും. പിന്നെ അത് ഡിസോൾവ് ആവില്ല. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു എന്താണ് റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് കിട്ടുകയില്ല. മനസ്സിലായി? അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ തുടക്കത്തിൽ എന്താണ് സൾഫർ ട്രൈ ഓക്സൈഡ് ജലവുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാത്തത്. അതിന് പകരം നമ്മൾ അവിടെ എന്താണ് ചെയ്ത്? ഒലിയം പ്രൊഡ്യൂസ് ചെയ്ത് പിന്നെ ഒലിയമാണ് ജലത്തിൽ ലയിപ്പിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് നമുക്കവിടെ കിട്ടുന്നത്. മനസ്സിലായല്ലോ? അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ നോക്കുക. സിൻസ് ദ ഡിസൊല്യൂഷൻ ഓഫ് SO3 ഇൻ വാട്ടർ ഈസ് ആൻ എക്സോതെർമിക് പ്രോസസ്സ്. എക്സോതെർമിക് പ്രോസസ്സാണ്. ദ സൾഫ്യൂരിക് ആസിഡ് ഇനീഷ്യലി ഫോംഡ് ടേംസ് ഇൻ ടു ഫോഗ് ലൈക്ക് പാർട്ടിക്കിൾസ് വിച്ച് വിൽ ഹിൻഡർ ഫർദർ ഡെസൊല്യൂഷൻ. അത് സ്മോഗ് പോലുള്ള പാർട്ടിക്കിൾസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെയുള്ള ഫർദർ ഡെസൊല്യൂഷൻ അത് ഹിൻഡർ ചെയ്യാന്ന് വെച്ചാൽ തടസ്സപ്പെടുത്തും കേട്ടോ. തുടർന്നുള്ള ഡെസൊല്യൂഷനെ, അതായത് ലയിക്കുന്നതിനെ എന്താണ് അവിടെ
തടസ്സപ്പെടുത്തും. അതുകൊണ്ടാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ ആദ്യമേ നമ്മൾ SO3 ഡയറക്റ്റ് ആയിട്ട് H2Oയിൽ ഡിസോൾവ് ചെയ്യിക്കുക. മനസ്സിലായല്ലോ? അപ്പം അതും ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഓരോരോ സെൻറ്റൻസും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് എ കോണ്ടാക്റ്റ് പ്രോസസ്സ്. ഈ 4 സ്റ്റെപ്പാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഈ 4 സ്റ്റെപ്പിൻ്റെ കാര്യങ്ങൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ അത് പഠിച്ചാൽ മതി. അപ്പോൾ കൃത്യമായിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഇതാ നോക്കിയേ, ദ ഫ്ലോ ചാർട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഈസ് ഗിവൺ കേട്ടോ. നോക്കിയേ, ഐഡന്റിഫൈ എ ആൻഡ് ബി ഇൻ ദിസ് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ നമ്മൾ കണ്ടായിരുന്നില്ല സൾഫർ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സൾഫർ ഡൈ ഓക്സൈഡ് കിട്ടും ഇല്ലേ. പിന്നെ എന്താണ് ചെയ്യുന്നത്? ഈ സൾഫർ ഡൈ ഓക്സൈഡ് പിന്നെ വനേഡിയം ഇല്ലേ, വനേഡിയം പെൻഡോക്സൈഡിന്റെ പ്രസൻസിൽ ഇല്ലേ, വനേഡിയം പെൻഡോക്സൈഡിന്റെ പ്രസൻസ് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടല്ലേ, V2O3 ഓക്സിജൻ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്താണ് കിട്ടുന്നത്? SO3 സൾഫർ ട്രയോക്സൈഡ് ഇവിടെ കിട്ടും. മനസ്സിലായല്ലോ? ഈ സൾഫർ ട്രയോക്സൈഡിനെ ഗാഢ അല്ലെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൽ ഡിസോൾവ് ചെയ്യിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒലിയം കിട്ടും, H2S2O7 കിട്ടും. പിന്നെന്താണ് ഈ ഒലിയം ഇല്ലേ, ഇവിടെ എന്താണ് ഈ ഒലിയം പിന്നെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യും ഇല്ലേ, H2L ഡിസോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് സൾഫ്യൂരിക് ആസിഡ് കിട്ടുന്നത്. ഇതാ ഈ ഫ്ലോ ചാർട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള A ആണ്, അത് SO3, പിന്നെ B എന്ന് പറഞ്ഞിരിക്കുന്നത് H2O ആണ്. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ് എ സൾഫ്യൂരിക് ആസിഡ്. ഇനി സൾഫ്യൂരിക് ആസിഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഭൗതിക ഗുണങ്ങൾ കേട്ടോ. ഇതെല്ലാം പഠിച്ചിടം കേട്ടോ, ഓരോരോ മാർക്കിൻ്റെ ആയിട്ട് ചോദിക്കാം കേട്ടോ. എന്തൊക്കെയാണ്? സൾഫ്യൂരിക് ആസിഡ് കളർലെസ് ആണ്, നിറമില്ല. ദെൻ വിസ്കോസിറ്റി ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. വിസ്കോസിറ്റി ഉണ്ടല്ലോ, വിസ്കോസിറ്റി ജലത്തേക്കാൾ എങ്ങനെയാണ്? കൂടുതലാണ്. ഡെൻസർ ദാൻ വാട്ടർ, ജലത്തേക്കാളും സാന്ദ്രത കൂടുതലാണ് കേട്ടോ സൾഫ്യൂരിക് ആസിഡിന്. പിന്നെ എന്താണ്? ഡിസോൾവ്സ് ഇൻ വാട്ടർ, സൾഫ്യൂരിക് ആസിഡ് ജലത്തിൽ ലയിക്കുന്നുണ്ട്. ദീസ് ആർ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് കേട്ടോ. ഇതൊക്കെ പഠിച്ചു വെച്ചോളാം, പോയിന്റുകളാക്കി അങ്ങ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ദെൻ ഇനി അടുത്ത നോക്കാനുള്ളത് സൾഫ്യൂരിക് ആസിഡിന്റെ സോലുബിലിറ്റി ആണ് കേട്ടോ. ജലത്തിലെ ലയത്വം, സോലുബിലിറ്റി ഇൻ വാട്ടർ. സൾഫ്യൂരിക് ആസിഡ് ഡിസോൾവ്സ് ഇൻ വാട്ടർ എന്ന് നമ്മൾ കണ്ടായിരുന്നു ഇല്ല. അതെങ്ങനെയാണ്? ജലത്തിലെ ലയത്വം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നോക്കിയേ, take 5 ml water in a test tube and slowly add a few drops of concentrated sulfuric acid to it. വാട്ടർ എടുക്കുക, then അതിലേക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് കുറച്ച് ഫ്യൂ ഡ്രോപ്സ് ആഡ് ചെയ്യുക. ടെസ്റ്റ് ദ ബോട്ടം ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. വാട്ട് ഡു യു ഒബ്സർവ്? ആ ടെസ്റ്റ് ട്യൂബിൻ്റെ അടിഭാഗത്ത് നമുക്ക് ടച്ച് ചെയ്ത് നോക്കിയാൽ എന്ത് അനുഭവപ്പെടും? അവിടെ ഹീറ്റ് തൊടുമ്പോൾ, ആ ടെസ്റ്റ് ട്യൂബിൻ്റെ അടിഭാഗത്ത് തൊടുമ്പോൾ നമുക്ക് പ്രസൻസ് ഓഫ് ഹീറ്റ് അനുഭവപ്പെടും കേട്ടോ. പ്രസൻസ് ഓഫ് ഹീറ്റ് എന്ന് പറയാം കേട്ടോ. പ്രസൻസ് ഓഫ് ഹീറ്റ്, ഒരു ചെറുതായിട്ടൊരു ചൂട് അനുഭവപ്പെടും. അപ്പോൾ എന്ത് റിയാക്ഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്? താപമോചകമാണോ, താപാകിരണമാണോ, അതായത് എക്സോതെർമിക് ആണോ, എൻഡോതെർമിക് ആണോ? എക്സോതെർമിക് ഇല്ലേ. അപ്പോൾ അവിടെ നടന്ന റിയാക്ഷൻ ഏതാണ്? എക്സോതെർമിക് റിയാക്ഷൻ ആണ് നടന്നത്. മനസ്സിലാവുന്നല്ലോ? അപ്പം എക്സോതെർമിക് റിയാക്ഷൻ നടന്നു. ഇനി ഈ സൾഫ്യൂരിക് ആസിഡ് നമ്മൾ നേർപ്പിക്കുകയോ ചെയ്യുന്നത് അല്ലേ. നേർപ്പിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അത് കുറേശ്ശെ ആയിട്ട് വേണം ആഡ് ചെയ്യാൻ കേട്ടോ. സൾഫ്യൂരിക് ആസിഡ് നമ്മൾ നേർപ്പിക്കുമ്പോൾ ജലത്തിലേക്ക് ആസിഡ് ഒറ്റയടിക്ക് ഒഴിക്കാൻ പാടില്ല, അത് എക്സ്പ്ലോർ ചെയ്ത് പോകും കേട്ടോ. കുറേശ്ശെ ആയിട്ട് ഒഴിപ്പിക്കണം. അപ്പം അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോലുബിലിറ്റി ഓഫ് വാട്ടർ മനസ്സിലായല്ലോ. അതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്. അതിൻ്റെ ഫലമായിട്ട് ഹീറ്റ് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പം അത് എന്താണ്, അത് ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഡയലൂട്ട് ആക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഓരോരോ ഡ്രോപ്പായിട്ട് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. നോക്കട്ടെ, വൈൽ ഡയലൂട്ടിങ് സൾഫ്യൂരിക് ആസിഡ് ദ ആസിഡ് ഹാസ് ടു ബി ആഡഡ് ടു വാട്ടർ ഇൻ വെരി സ്മോൾ ക്വാണ്ടിറ്റീസ് ബൈ സ്റ്റിറിങ്. ഇളക്കിക്കൊണ്ട് വേണം അതിലേക്ക് ഒഴിക്കാൻ കേട്ടോ. ഇഫ് ഡയലൂഷൻ ഈസ് ഡൺ ബൈ ആഡിങ് വാട്ടർ ടു ആസിഡ്, the chance of splashing out of acid leading to accident is very high കേട്ടോ. ഡയലൂഷൻ ആസിഡിലേക്ക് ജലം ചേർത്ത് നേർപ്പിക്കും കേട്ടോ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. വെള്ളത്തിലേക്ക് കുറേശ്ശെയായിട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തിട്ട് വേണം നേർപ്പിക്കാൻ. അല്ലാതെ എന്താണ്, ആസിഡിലേക്ക് ജലം ഒഴിച്ച് നേർപ്പിക്കാൻ പാടില്ല. അപ്പം അങ്ങനെ ഉണ്ടായാൽ എന്താണ്, ആസിഡ് പുറത്തേക്ക് തെറിച്ച് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതൊക്കെ നോട്ട് ചെയ്തോണം. ഡയലൂഷൻ ഈസ് ഡൺ ബൈ ആഡിങ് വാട്ടർ ടു ആസിഡ് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നോർമലി എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതായത് സൾഫ്യൂരിക് ആസിഡ് ഡയലൂട്ട് ചെയ്യണമെങ്കിൽ ആസിഡ് ഹാസ് ടു ബി ആഡഡ് ടു വാട്ടർ. ആസിഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുവാണ് വേണ്ടത്, ചെറിയ ഡ്രോപ്സ് ആയിട്ട്. മനസ്സിലായല്ലോ? ദറ്റ് ഈസ് എ സോലുബിലിറ്റി ഇൻ വാട്ടർ. ഇനി നമുക്ക് നോക്കാനുള്ളത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്.
അല്ലേ? സൾഫ്യൂരിക് ആസിഡിൻ്റെ എന്താണ് രാസഗുണങ്ങൾ കേട്ടോ, രാസഗുണങ്ങൾ 2-3 ഗുണങ്ങളുണ്ട്, രാസഗുണങ്ങളുണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. സൾഫ്യൂരിക് ആസിഡിന് രാസഗുണങ്ങൾ, അതിൽ ആദ്യത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ദാറ്റ് ഈസ് എ ഡീഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടി. ഡീഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർജ്ജലീകരണം എന്ന് പറയും കേട്ടോ. ഡീഹൈഡ്രേഷൻ അല്ലേ, ഡീഹൈഡ്രേഷൻ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം ഇല്ലേ പോകുന്ന അവസ്ഥയാണല്ലോ, ഡീഹൈഡ്രേഷൻ പ്രോപ്പർട്ടി എന്ന് പറയും, നിർജ്ജലീകരണം. നോക്കാം, ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ടേക്ക് എ ലിറ്റിൽ ഷുഗർ ഇൻ എ വാച്ച് ഗ്ലാസ് കേട്ടോ, ഷുഗർ ആണ് എടുക്കുന്നത്. ആൻഡ് ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഒരു വാച്ച് ഗ്ലാസ്സിൽ കുറച്ച് പഞ്ചസാര എടുത്തു, അതിലേക്ക് പിന്നെ എന്താണ് H2SO4 കേട്ടോ, H2SO4 കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്തു. എന്നിട്ട് ഒബ്സർവ് ചെയ്യാം, അവിടെ നോക്കിയാൽ ഇക്വേഷൻ കൊടുത്തിരിക്കുന്നുണ്ടോ, പഞ്ചസാരയാണ്, അതിലേക്ക് H2SO4 ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, കാർബണും ഉണ്ടായിട്ടുണ്ട്, വാട്ടറും ഉണ്ടായിട്ടുണ്ട് അല്ലേ, അതാണ് റിയാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ തന്നെ നോക്കിയാൽ ഇവിടെ കാർബൺ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടായത്, കാർബൺ ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഞ്ചസാരയിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് H2SO4 ആഡ് ചെയ്താൽ അതെന്താണ് അവിടെ കാർബൺ ഉണ്ടായത്, ഒരു കറുത്ത പദാർത്ഥം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ കറുത്ത പദാർത്ഥം എന്താണ്, കാർബൺ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോക്കുക. വാട്ട് ഈസ് ദ ബ്ലാക്ക് സബ്സ്റ്റൻസ് ദാറ്റ് റിമൈൻസ്? അവിടെ റിമൈൻ ചെയ്ത ബ്ലാക്ക് സബ്സ്റ്റൻസ് ഏതാണ്, കാർബൺ ആണല്ലേ. ഇക്വേഷൻ കണ്ടില്ലായിരുന്നു, ഇക്വേഷൻ ഏതായിരുന്നു, ഇക്വേഷൻ ഓർക്കോട്ടോ. അപ്പം അവിടെ ഉണ്ടായ സബ്സ്റ്റൻസ് ഏതാണെന്ന് കണ്ടില്ലേ, ഇക്വേഷൻ ഇതാണല്ലോ, കാർബൺ ആണ്. ഇനി വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ എ മോളിക്യൂൾസ് ഓഫ് ഷുഗർ? അതായത് പഞ്ചസാരയുടെ ഒരു തന്മാത്രയിൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടല്ലേ, ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. അപ്പം അതിൻ്റെ ആറ്റങ്ങൾ തമ്മിലുള്ള അനുപാതം എങ്ങനെയാണ്, H22 O11 അല്ലേ. അപ്പം അതിന് അനുപാതം എങ്ങനെ വരും, 2:1 എന്ന് വരും അല്ലേ. 2:1 എന്ന് പറഞ്ഞ അനുപാതത്തിലാണ് ഹൈഡ്രജനും ഓക്സിജനും ഉള്ളത്. അപ്പം അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ സൾഫ്യൂരിക് ആസിഡിൻ്റെ ധർമ്മം എന്തായിരിക്കും, നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തു, എന്തായിരിക്കും സൾഫ്യൂരിക് ആസിഡിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്, പഞ്ചസാരയിൽ എന്തുണ്ട്, ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട് അല്ലേ. അപ്പം എന്താണ്, ആ മൂലകങ്ങളെ എന്താണ് ചെയ്ത്, ജലത്തിൻ്റെ അതേ അനുപാതത്തിൽ ആഗിരണം ചെയ്തു. ജലത്തിൻ്റെ അതേ അനുപാതത്തിൽ കണ്ടോ, ജലത്തിൻ്റെ അനുപാതം കണ്ടില്ലേ, H2O എന്ന് കണ്ടു, അത് ഹൈഡ്രജൻ 2 ആണ്, ഓക്സിജൻ 1 ആണ്, 2:1. അപ്പം അതേ അനുപാതത്തിൽ എന്താണ് ആഗിരണം ചെയ്യുവാണ് ആര് ചെയ്തത്, ഈ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ റിമൈൻ ആയത് എന്താണ്, കാർബൺ റിമൈൻ ആയത് കണ്ടല്ലോ. അതെങ്ങനെയാണ്, ഇവിടെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അബ്സോർബ് ചെയ്യുവാണ് ചെയ്തത്, ഹൈഡ്രജനെയും ഓക്സിജനെയും അബ്സോർബ് ചെയ്യുവാണ് ചെയ്തത്. മനസ്സിലായല്ലോ? അപ്പം എന്താണ്, ഈ വസ്തുക്കൾ അല്ലെങ്കിൽ പദാർത്ഥങ്ങളിൽ ഉള്ള ജലത്തെ കേട്ടോ, ജലത്തെ അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജനെയും ഓക്സിജനെയും ജലത്തിൻ്റെ അതേ അനുപാതത്തിൽ ആഗിരണം ചെയ്തു. കണ്ടില്ലേ, ജലത്തിൻ്റെ അതേ അനുപാതത്തിൽ ആഗിരണം. ജലത്തിൻ്റെ അനുപാതം എന്ന് വെച്ചാൽ 2:1 ആണ് അല്ലേ. ഇവിടെ എന്താണ് 2:1 ആണ് ഹൈഡ്രജനും ഓക്സിജനും. അപ്പം ഇങ്ങനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ എന്താണ്, അത് ജലത്തിൻ്റെ അതേ അനുപാതത്തിൽ അല്ലെങ്കിൽ ഹൈഡ്രജനെയും ഓക്സിജനെയും എന്താണ് അവിടെ ആഗിരണം ചെയ്യുവാണ് ചെയ്യുന്നത്. ജലത്തിൻ്റെ അതേ അനുപാതത്തിൽ ആഗിരണം ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. അപ്പം ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു ശക്തമായിട്ടുള്ള ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ, വാട്ട് ഇസ് ദ റോൾ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഇൻ കെമിക്കൽ റിയാക്ഷൻ? അല്ലേ, ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ സൾഫ്യൂരിക് ആസിഡ് അബ്സോർബ് ദ elements hydrogen and oxygen from sugar in the same ratio as in water. ചോദിക്കാം കേട്ടോ, എന്താണ് സൾഫ്യൂരിക് ആസിഡിന്റെ റോള്, ഇതിനു വേണ്ടിയാണ് അബ്സോർബ് ചെയ്യുന്നുണ്ട് ഹൈഡ്രജൻ ഓക്സിജൻ അല്ലേ. അതെന്താണ്, അതിൻ്റെ എലമെന്റ്സിനെ അബ്സോർബ് ചെയ്യുന്ന ഷുഗറിൽ നിന്നും വാട്ടറിന്റെ അതേ റേഷ്യോയിൽ. അപ്പം ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഡീഹൈഡ്രേഷൻ. കണ്ടല്ലോ, ഡീഹൈഡ്രേഷൻ ഈസ് എ പ്രോസസ് ഓഫ് അബ്സോർബിങ് കെമിക്കലി കമ്പൈൻഡ് വാട്ടർ. ഒന്നുകിൽ കെമിക്കലി കമ്പൈൻഡ് ആയിട്ടുള്ള വാട്ടർ, അല്ലെങ്കിൽ എന്താണ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ ദ സെയിം റേഷ്യോ ആസ് ഇൻ ദ വാട്ടർ. വാട്ടറിൻ്റെ അതേ റേഷ്യോയിൽ ഹൈഡ്രജനെയും എന്താണ് ഓക്സിജനെയും അവിടെ അബ്സോർബ് ചെയ്യുന്നു സബ്സ്റ്റൻസിൽ നിന്നും. ഇതിനെ പറയുന്ന പേരാണ് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം എന്ന് പറയും. അതുകൊണ്ട് തന്നെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഇസ് എ സ്ട്രോങ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. ഇതൊക്കെ ചോദിക്കാം കേട്ടോ. സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റിന് എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, സൾഫ്യൂരിക് ആസിഡ് ആണ്. ദാറ്റ് ഈസ് എ ഡീഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടി. മനസ്സിലായല്ലോ? അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഒരു കെമിക്കൽ പ്രോപ്പർട്ടിയാണ് ഡീഹൈഡ്രേഷൻ. ഓക്കെ ആണല്ലോ? അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേബിളും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് നോക്കാമേ. ആക്ടിവിറ്റി നോക്കുക.
ദെൻ നമുക്ക് ഇവിടുത്തെ ആക്ടിവിറ്റി നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആഡ് എ ലിറ്റിൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ടു ഗ്ലൂക്കോസ് ടേക്കൺ ഇൻ എ ബീക്കർ. ഒരു ബീക്കറിലേക്ക് നമ്മൾ ഗ്ലൂക്കോസ് എടുത്ത് അതിലേക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ കണ്ടായിരുന്നു, ഷുഗറിന്റെ കേസിൽ കണ്ടായിരുന്നു. എന്താണ് ഉണ്ടായത്? ഒരു ബ്ലാക്ക് പൗഡർ അല്ലേ, ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പൗഡറായിട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് സബ്സ്റ്റൻസ് അവിടെ ഉണ്ടായെന്ന് പറയാം അല്ലേ, ബ്ലാക്ക് സബ്സ്റ്റൻസ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നോക്കിയേ, ആഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ടു ബ്ലൂ കോപ്പർ സൾഫേറ്റ് ടേക്കൺ ഇൻ എ വാച്ച് ഗ്ലാസ്. ഒരു വാച്ച് ഗ്ലാസ്സിൽ ബ്ലൂ കളറിലെ കോപ്പർ സൾഫേറ്റ് എടുത്തു, അതിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തു. അപ്പം എന്തായിരിക്കും അവിടെ കാണാൻ സാധിക്കുന്നത്? ഈ ബ്ലൂ കോപ്പർ സൾഫേറ്റ് എന്ന് പറയുമ്പം അതിൽ ഹൈഡ്രേറ്റഡ് ആണ് കേട്ടോ, CuSO4 ആണ് കോപ്പർ സൾഫേറ്റ്. അത് ബ്ലൂ കളർ എന്ന് പറയുമ്പോൾ അത് ഹൈഡ്രേറ്റഡ് ആണ്, അതായത് വാട്ടർ കണ്ടന്റ് ഉള്ളതാണ്. H2O കേട്ടോ, വാട്ടർ കണ്ടന്റ് ഉള്ളതാണ്. അതിലേക്കാണ് നമ്മൾ എന്ത് ആഡ് ചെയ്ത്? H2SO4 ആഡ് ചെയ്ത്. അപ്പം എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെയുള്ള വാട്ടറിനെ അല്ലേ, ഈ ആസിഡ് എന്താണ് വാട്ടറിനെ എടുക്കും. ഈ വാട്ടറിനെ എടുത്തിട്ട് എന്താണ് മാറുന്നുണ്ട്? അത് അൺഹൈഡ്രസ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് ആയിട്ട് മാറും കേട്ടോ, അൺഹൈഡ്രസ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് ആയിട്ട് മാറും. അതായത് ഒരു ഫൈൻ വൈറ്റ് പൗഡർ ആയിരിക്കും അവിടെ കിട്ടുന്നത്. ഫൈൻ ആയിട്ടുള്ള വൈറ്റ് പൗഡർ ആയിരിക്കും അവിടെ കിട്ടുന്നത് കേട്ടോ, ഫൈൻ ആയിട്ടുള്ള വൈറ്റ് പൗഡർ. അതായത് അൺഹൈഡ്രസ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് ആണ്. അതായത് വാട്ടറിനെ അതിലുള്ള ബ്ലൂ കളർ എന്ന് പറയുമ്പം എന്താണ്? ഹൈഡ്രേറ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ബ്ലൂ കളർ വരുന്നത് തന്നെയാണ്, ബ്ലൂ കളർ വരുന്ന ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സിലാണ് അതിന് ബ്ലൂ കളർ വരുന്നത്, വാട്ടർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പം ഓൾറെഡി അതിൽ വാട്ടറിലുണ്ട്. അപ്പോൾ ആ വാട്ടറിൻ്റെ കണ്ടന്റിനെ അത് എന്താണ് H2SO4 പുറത്തേക്ക് എടുത്ത് കളയും. അങ്ങനെയാണ്, അല്ലെങ്കിൽ അബ്സോർവ് ചെയ്യുമെന്ന് പറയാം. അപ്പം അതിൻ്റെ ഫലമായിട്ട് വൈറ്റ് ഫൈൻ പൗഡറായിട്ട് അത് മാറും. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് എ ഡീഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ നമുക്ക് പറയാം ഡീഹൈഡ്രേഷൻ എന്ന് പറയാം. അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ, ഡീഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടി. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, ഡ്രൈയിങ് പ്രോപ്പർട്ടി. ഡ്രൈയിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ശോഷകാര ഗുണം എന്ന് പറയും കേട്ടോ. മലയാളത്തിൽ എന്താണ് പറയുന്നത്? ശോഷകാര ഗുണം എന്ന് പറയും കേട്ടോ. ശോഷകാരകം എന്ന് പറയും കേട്ടോ. ശോഷകാരകമായിട്ട് ആക്ട് ചെയ്യുന്നു. ഡ്രൈയിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതും എന്താണ്? ജലാംശത്തെ ആഗിരണം ചെയ്യുക അല്ലെ, ജലാംശത്തെ ആഗിരണം ചെയ്തിട്ട് ഡ്രൈ ആക്കി മാറ്റുമല്ലേ. അപ്പം അതുമാണ് ഡ്രൈയിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നോക്കൂ കേട്ടോ. ഡ്രൈയിങ് ഏജൻസ് ആർ സബ്സ്റ്റൻസ് കേപ്പബിൾ ഓഫ് അബ്സോർബിങ് ദ മോയ്സ്ചർ പ്രസന്റ് ഇൻ ദ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിൽ മോയ്സ്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ജലാംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ശോഷകാരകങ്ങൾ അല്ലെങ്കിൽ ഡ്രൈയിങ് ഏജൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇവിടെ നോക്കിയേ, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഈസ് യൂസ്ഡ് ആസ് എ ഡ്രൈയിങ് ഏജന്റ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് SO2 HCl. കാർബൺ ഡൈ ഓക്സൈഡ് SO2 HCl കേട്ടോ. ഇതിലൊക്കെ എന്താണ്, ഈ വാതകങ്ങളിലൊക്കെ നിർമ്മാണ വേളയിൽ സൾഫ്യൂരിക് ആസിഡ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ഈ എന്താണ് ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ആയല്ലോ. ഇനി concentrated H2SO4 is not used as a drying agent in the preparation of NH3. NH3യുടെ പ്രിപ്പറേഷൻ നമ്മൾ പഠിച്ചതല്ലേ. ഈ NH3യുടെ പ്രിപ്പറേഷൻ്റെ അകത്ത് നമ്മൾ H2SO4 ഒരു ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? നമ്മൾ കണ്ടതാണ്, ഓർക്കുന്നുണ്ടായിരിക്കും. NH3യുടെ പ്രിപ്പറേഷൻ കേട്ടോ. NH3യുടെ അമോണിയയുടെ പ്രിപ്പറേഷനിൽ നമ്മൾ ആ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ ഫിഗറൊക്കെ ഉള്ളതല്ലേ, അതിൽ നമ്മളതാണ് CaO കാൽസ്യം ഓക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. പുറകോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ നമ്മൾ പഠിച്ചതാണ് അല്ലേ, അമോണിയയുടെ നിർമ്മാണം അല്ലേ. എവിടെയാണ്? ആദ്യ ഭാഗത്താണ് കേട്ടോ. ഇത് കേട്ടോ, അമോണിയയുടെ നിർമ്മാണത്തിൽ നമ്മളല്ലേ കാൽസ്യം, അമോണിയയിലുള്ള ബാക്കി ജലാംശത്തെ നീക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ കാൽസ്യം ഓക്സൈഡ് ആണ് ഡ്രൈയിങ് പൗഡർ ആയിട്ട് അവിടെ ഉപയോഗിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് സൾഫ്യൂരിക് ആസിഡ് അവിടെ ഉപയോഗിക്കുന്നില്ല എന്നാണ് ഇവിടെ ചോദിച്ചിരുന്നത്. അതിന് കാരണം എന്താണ്? ഈ അമോണിയ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബേസിക് ആണ്. H2SO4 എന്താണ്? ആസിഡ് അല്ലേ. എന്താണ് ചെയ്യുന്നത്? H2SO4 അമോണിയയായിട്ട് റിയാക്ട് ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഈ അമോണിയയുടെ നിർമ്മാണത്തിൽ നമ്മൾ H2SO4 ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാത്തതിൻ്റെ കാരണം. മനസ്സിലായല്ലോ. അപ്പോൾ എന്ത് പറയാം? NH3 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? NH3 എന്താണ്? ബേസിക് ആണ് ഇല്ലേ. NH3 ബേസിക് ആണ്. H2SO4 എന്ന് പറഞ്ഞാൽ എന്താണ്? ആസിഡാണ്. അപ്പോൾ ഇത് തമ്മിൽ റിയാക്ട് ചെയ്യും ഇല്ലേ. ഇത് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്താണ്? അമോണിയം സൾഫേറ്റ് ഉണ്ടാവും. അതായത് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നതിന് പകരം എന്താണ് ചെയ്യുന്നത്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കും. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടന്നിട്ട് അമോണിയം സൾഫേറ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഈ അമോണിയയുടെ നിർമ്മാണത്തിൽ കാൽസ്യം ഓക്സൈഡ് ഉപയോഗിക്കുന്നത് എന്താണ് ഡ്രൈയിങ് ഏജന്റായിട്ട് H2SO4 ഉപയോഗിക്കുന്നില്ലതിൻ്റെ കാരണം. മനസ്സിലാവുന്നുള്ളൂ. അപ്പം എന്ത് പറയാം? ബിക്കോസ് എന്താണ് H2SO4 റിയാക്ട്സ് അമോണിയ എന്ന് പറയാം കേട്ടോ. റിയാക്ട്സ് വിത്ത്
അമോണിയ NH3 ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അമോണിയം സൾഫേറ്റ് ഉണ്ടാകും. അത് വാട്ടറിനെ അവിടെ അബ്സോർവ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ദ റീസൺ. മനസ്സിലായല്ലോ? അപ്പം അത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അതും ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഈ സൾഫ്യൂരിക് ആസിഡ് സോൾട്ടുമായിട്ടുള്ള റിയാക്ഷൻസ് എങ്ങനെയാണ്, അതായത് ലവണങ്ങളുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. സോൾട്ട് ഉണ്ടല്ലോ, ഇപ്പം സോൾട്ട് എന്ന് പറയുമ്പം ഏതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പം നമുക്ക് പറയാം NaCl സോൾട്ടാണ് അല്ലേ, KNO3 അതൊരു സോൾട്ടാണ്. അപ്പോൾ ഇതൊക്കെയായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നതെന്ന് നോക്കാം. നോക്കിയതേ ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. H2SO4 സോഡിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് ഉണ്ടല്ലോ. ഈ ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ അതായത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എന്താണ് ക്ലോറൈഡുകൾ, ഇപ്പം സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ക്ലോറൈഡ് ആണല്ലോ. അപ്പം ക്ലോറൈഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്? HCl അല്ലേ, HCl ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ളത് ഇതുണ്ടല്ലേ NaHSO4 അവിടെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഈ ക്ലോറൈഡ് ഒന്നെങ്കിൽ ക്ലോറൈഡ് അല്ലെങ്കിൽ നൈട്രേറ്റ് പറയാം കേട്ടോ. നൈട്രേറ്റ് പറയുവാണെങ്കിൽ ഏതാണ്? KNO3 നമുക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. KNO3 ഒരു നൈട്രേറ്റ് ആണ്. ഈ KNO3 H2SO4 റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താ ഉണ്ടാകുന്നത്? KHSO4 വരും. KHSO4ഉം അതിൻ്റെ കൂട്ടത്തിൽ അവിടെ നിന്നാണ് HNO3 ഉണ്ടാവും. HNO3 ഈ HCl എന്ന് പറഞ്ഞാൽ എന്താണ്? ആസിഡാണല്ലോ. HCl ആസിഡാണ്. HNO3 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആസിഡാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ നൈട്രേറ്റുകളോ അല്ലെങ്കിൽ എന്താണ്, അതായത് ഇത് നൈട്രേറ്റ് അല്ലെങ്കിൽ ക്ലോറൈഡുകളൊക്കെ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താണ് അവിടെ എന്താണ് ആസിഡ് ഉണ്ടാകുന്നുണ്ട്. ആസിഡും അതായത് HCl ആസിഡ് ഉണ്ടായി. അതുപോലെ തന്നെ എന്താണ് HNO3 എന്ന് പറയുന്ന നൈട്രിക് ആസിഡും ഉണ്ടായി അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ആസിഡുകളെ അവയുടെ ലവണങ്ങളിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യാൻ സൾഫ്യൂരിക് ആസിഡിന് സാധിക്കും കേട്ടോ. ഈ സൾഫ്യൂരിക് ആസിഡ് എന്താണ്? ആസിഡുകളെ അതിൻ്റെ ലവണങ്ങളിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യാൻ, ആദേശം ചെയ്യാൻ വേണ്ടി സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ ഈ എന്താണ് നൈട്രിക് ആസിഡ് കണ്ടില്ലേ, നൈട്രിക് ആസിഡ് അതുപോലെ തന്നെ HCl ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയൊക്കെ നിർമ്മാണത്തിൽ H2SO4 ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? എഴുതിയിട്ടുണ്ട് കേട്ടോ. Concentrated sulfuric acid react with chlorides to form hydrogen chloride and with nitrates to form nitric acid. ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് ഹൈഡ്രജൻ ക്ലോറൈഡും അതുപോലെ നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നൈട്രിക് ആസിഡും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് അതിൻ്റെ എന്താണ് സോൾട്ടിൽ നിന്നും ഓരോന്നിൻ്റെ സോൾട്ടിൽ നിന്നും അതിൻ്റെ ആസിഡിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കും, ആദേശം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നത്. ഇതാ KNO3 ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ക്യാൻ ഡിസ്പ്ലേസ് ആസിഡ് ഫ്രം ദെയർ സോൾട്ട് ഇല്ലേ. സോൾട്ടിൽ നിന്നും ആസിഡിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടി കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിന് സാധിക്കും. അതുകൊണ്ടാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ നൈട്രിക് ആസിഡിൻ്റെ ഒക്കെ പ്രിപ്പറേഷനിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതാ നോക്കിയാൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ നൈട്രിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? ഈ രീതിയിൽ കേട്ടോ, ഈ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് അതിൻ്റെ സോൾട്ടിനെ H2SO4 റിയാക്ട് ചെയ്യും. HNO3 ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സോൾട്ട് ഏതാണ്? KNO3 ആണ്. അതും H2SO4 റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? HNO3 കിട്ടും, നൈട്രിക് ആസിഡ് കിട്ടും. അതുപോലെ തന്നെ ക്ലോറൈഡും കേട്ടോ, ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സോൾട്ടിനെ എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്? H2SO4 റിയാക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് എ റിയാക്ഷൻ വിത്ത് സോൾട്ട് കേട്ടോ, ക്ലോറൈഡും നൈട്രേറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം കൂടെ നോക്കാറുണ്ട്, അതായത് ഓക്സിഡൈസിങ് നേച്ചർ. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഓക്സിഡൈസിങ് നേച്ചറും കൂടെ നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ കണ്ടില്ലായിരുന്നോ? അതായത് ഡീഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടി കണ്ടു, അതുപോലെ തന്നെ ഡ്രൈയിങ് പ്രോപ്പർട്ടി കണ്ടു, സോൾട്ടുമായിട്ട് എങ്ങനെയാണ് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡിന് മറ്റൊരു നേച്ചറും ഉണ്ട്, ഓക്സിഡൈസിങ് നേച്ചർ, അതായത് ഓക്സീകരണ ഗുണവും ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്സീകരണ ഗുണം അതെങ്ങനെയാണ് കാണിക്കുന്നതെന്ന് നോക്കാം. ഇതവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിരിക്കുന്നുണ്ടല്ലോ. എന്താണ്? കാർബൺ ആണല്ലേ. കാർബൺ സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട് ഇല്ലേ, സൾഫർ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാകുന്നുണ്ട്. നോക്കിയേ, വാട്ട് ഈസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എലമെന്റൽ കാർബൺ? കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണ്? ഇവിടുത്തെ നോക്കിയേ, കാർബണിന്റെ ഓക്സീകരണാവസ്ഥ, മൂല കാർബണിന്റെ ഓക്സീകരണാവസ്ഥ എത്രയാണ്? നോക്കി ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, 0 ആണല്ലേ. ഓക്സീകരണാവസ്ഥ അല്ലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ 0 ആണ് വന്നിരിക്കുന്നത്. Then what is the oxidation state of carbon in carbon dioxide? ഇവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബൺ അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് വരുന്നത്? +4 ആണല്ലേ. അറിയാലോ, +4 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് ഇല്ലേ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നിങ്ങൾ ലാസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്, എങ്ങനെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ഒന്നിൻ്റെ അറിയാമെന്നുണ്ടെങ്കിൽ, ഓക്സിജൻ്റെ അറിയാമെന്നുണ്ടെങ്കിൽ കാർബണിൻ്റെ നമുക്ക് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അറിയണം. അത് 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. നമ്മൾ എക്സ് നോക്കിയിട്ട് ഓർക്കുന്നുണ്ടോ? CO2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബണിൻ്റെ അറിയാമല്ലോ, എക്സ് ഇടുക. ഓക്സിജൻ നമുക്കറിയാം -2 ആണ് ഇല്ലേ. നമുക്ക് എന്ത് ചെയ്യും? പിന്നെ ഇത്
മൾട്ടിപ്ലൈ ആഡ് ചെയ്യുകയൊക്കെ ചെയ്യുമല്ലേ. എക്സ് മൈനസ് എന്താണ് 2 × 2 ഇങ്ങനെ എഴുതുമല്ലേ. 0 വരും, എക്സ് ഈസ് ഈക്വൽ ടു 4 എന്ന് വരും, +4 എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇല്ല. 0-ൽ നിന്നും ഇതാ നോക്കി ഇവിടെ കൂടി. ഇവിടെ എന്താണ് എലമെൻ്റ് സ്റ്റേറ്റിലായിരുന്നപ്പോൾ 0 ആയിരുന്നു. ദെൻ അതെന്താണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫോമിലേക്ക് ആയപ്പോൾ ഒരു കമ്പൈൻഡ് ഫോമിലേക്ക് വന്നപ്പോൾ അതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടി അല്ലേ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണിൻ്റെ ഓക്സിജനാവസ്ഥ എത്രയാണ്? +4 ആണ്. അപ്പോൾ ഇതാ നോക്കി ഈ റിയാക്ഷനിൽ കേട്ടോ, ഈ റിയാക്ഷനിൽ കാർബണിന് എന്താണ് അവിടെ സംഭവിച്ചത്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടിയില്ലേ. ഓക്സിഡേഷൻ സ്റ്റേറ്റിന് എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവിടെ കൂടി അല്ലേ. ഓക്സിഡേഷൻ നമ്പർ ഇല്ല, ഓക്സിഡേഷൻ നമ്പർ അവിടെ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു എന്ന് പറയാം. അതായത് ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? ഓക്സിഡേഷൻ അല്ലേ സംഭവിച്ചത് അല്ലേ. ഓക്സിഡേഷൻ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? വാട്ട് ഹാപ്പൻ ടു കാർബൺ ഇൻ ദിസ് റിയാക്ഷൻ? ഓക്സിഡൈസ്ഡ് ആയെന്ന് പറയാം, ഓക്സീകരിക്കപ്പെട്ടെന്ന് പറയാം അല്ലേ. ഈ റിയാക്ഷനിൽ എന്ത് സംഭവിച്ചു? കാർബൺ അവിടെ എന്തായിട്ട് ഓക്സീകരിക്കപ്പെട്ടു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. ഇനി അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ഇക്വേഷൻ്റെ അത് കണ്ടു. അതുപോലെ തന്നെ മറ്റൊരു ഇക്വേഷൻ കൊടുത്തിരിക്കുന്നുണ്ടോ? കോപ്പർ എന്താണ്? കോപ്പറും H2SO4 കോപ്പറും H2SO4 റിയാക്ട് ചെയ്തു. അപ്പോൾ എന്തുണ്ടാകുന്നുണ്ട്? കോപ്പർ സൾഫേറ്റ്, സൾഫർ ഡൈ ഓക്സൈഡ്, വാട്ടർ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ എന്താണ്? കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ് അല്ലേ. അത് കോപ്പർ സൾഫേറ്റ് ആയപ്പം അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പം +2 ആയിട്ട് മാറും കേട്ടോ. കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? കോപ്പറിന് ഇവിടെ എന്താണ്? ഓക്സിഡേഷൻ, അതായത് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഓക്സിഡേഷൻ നമ്പർ അല്ലേ. ഓക്സിഡേഷൻ നമ്പറിന് എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ് എന്ന് പറയാം. അതായത് അവിടെ എന്താണ് സംഭവിച്ചത്? ഓക്സിഡേഷൻ ആണ് നടന്നത്. മനസ്സിലാവുന്നുള്ള പറഞ്ഞത്. അപ്പം എന്താണ്? സൾഫ്യൂരിക് ആസിഡ് എന്താണ്? ഒരു ഓക്സീകരണ ഗുണവുമുണ്ട്, ഓക്സിഡൈസിങ് നേച്ചറും ഉണ്ട്. സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് എന്താണ്? ഓക്സിഡേഷനും അവിടെ സാധിക്കും. മനസ്സിലായല്ലോ. എഴുതിയിരിക്കുന്നത് കണ്ടോ? Concentrated sulfuric acid react with metals as well as non-metals and oxidize them. അപ്പോൾ ഇതാണ് കോപ്പർ എന്ന് വെച്ചാൽ ഒരു മെറ്റലാണ്. അപ്പോൾ അതിൻ്റെ കാർബൺ അല്ലേ നോൺ മെറ്റലാണ്. അപ്പം ഈ മെറ്റലുമായിട്ടോ അല്ലെങ്കിൽ നോൺ മെറ്റലുമായിട്ടോ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓക്സിഡൈസ് ചെയ്യും. അതിന് ഓക്സിഡേഷൻ സംഭവിക്കും അല്ലെങ്കിൽ ഓക്സീകരിക്കപ്പെട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഗുഡ് ഓക്സിഡൈസിങ് ഏജൻറ്റുമാണ് അല്ലേ. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് എന്താണ്? ഒരു ഗുഡ് ഓക്സിഡൈസിങ് ഏജൻറ്റും ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് എ സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ നമ്മൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ. ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രോപ്പർട്ടീസും കാര്യങ്ങളും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സൾഫ്യൂരിക് ആസിഡ് എന്താണ്? കിങ് ഓഫ് കെമിക്കൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ കോൺടാക്ട് പ്രോസസ്സ് എന്ന് പറയും. അത് 4 സ്റ്റെപ്പിലൂടെയാണ് നടക്കുന്നത്. അതിനിടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മളെല്ലാം പറഞ്ഞു കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫ്ലോ ചാർട്ട് വെച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ. അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ പഠിക്കുക. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞു, സോലുബിലിറ്റി ഇൻ വാട്ടർ പറഞ്ഞു, പിന്നെ കെമിക്കൽ പ്രോപ്പർട്ടി ഇല്ലേ, ഡീഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടി പറഞ്ഞു. അതിൽ നമ്മൾ പറഞ്ഞായിരുന്നു സൾഫ്യൂരിക് ആസിഡ് എന്നൊരു സ്ട്രോങ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണെന്ന് പറഞ്ഞു ഇല്ലേ. ഇപ്പോൾ നമ്മൾ കണ്ടു ഒരു ഓക്സിഡൈസിങ് ഏജന്റും ആണ് അല്ലേ. ഒരു ഗുഡ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു ഓക്സിഡൈസിങ് ഏജന്റും കൂടിയാണ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? ഡ്രൈയിങ് പ്രോപ്പർട്ടി. സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് സൾഫ്യൂരിക് ആസിഡ് എന്ന ഡ്രൈയിങ് അല്ലേ, ഡ്രൈയിങ് പ്രോപ്പർട്ടി ഉണ്ട്. ഒരു ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഡ്രൈയിങ് ഏജന്റ് ആയിട്ടും സൾഫ്യൂരിക് ആസിഡ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സോൾട്ടുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലേ. സോൾട്ടുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താണ്? അവിടെ ആസിഡ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പം HNO3 ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സോൾട്ടുമായിട്ട് റിയാക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആസിഡ് നിർമ്മിക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ. അതുപോലെ തന്നെ ഓക്സിഡൈസിങ് നേച്ചർ, ഒരു ഗുഡ് എന്താണ്? ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത്? സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതിൽ ഓരോ പോയിന്റും ഓരോരോ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എവിടുന്ന് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു ഇക്വേഷൻ തന്നിട്ട് ഇതാ ഇവിടെ കണ്ടല്ലോ, ഇവിടെയൊക്കെ ചോദിക്കാം. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി നോട്ട് ചെയ്ത് തന്നെ പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി ബേസിസിറ്റി ഓഫ് ആസിഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ആസിഡുകളെ കുറിച്ച് പഠിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പം എന്തായാലും സൾഫ്യൂരിക് ആസിഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സൾഫ്യൂരിക് ആസിഡിൻ്റെ എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം എഴുതാൻ സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ച്. അപ്പം അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി നോട്ട് ചെയ്ത് പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക കേട്ടോ.
അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി ബാക്കി പോർഷനുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും നല്ലോണം പഠിക്കുക, എഴുതി തന്നെ പഠിക്കുക കേട്ടോ. താങ്ക്